നിങ്ങൾ ജീവിക്കാൻ സൊല്യൂഷൻ പറ. പോലീസുകാരായാലും പിന്നെ നിങ്ങളായാലും മീഡിയകളായാലും റിപ്പോർട്ട് ചെയ്യാനായാലും ആരായാലും നിങ്ങൾ സൊല്യൂഷൻ പറയും. മുൻകൂട്ടി ഒന്നും ഓർഡർ മുൻകൂട്ടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കൂല സാറേ. ഞാൻ എടുത്തു മാറ്റും. എടുത്തു മാറ്റുന്ന മാറ്റി പിന്നെ ക്ലാസ് കൊണ്ട് പോകാൻ കേസായിക്കോട്ടെ. നമുക്ക് പ്രശ്നം കേസ് നമ്മൾ വേറെ കച്ചവടം ചെയ്യുന്നില്ല. ഞാൻ എടുക്കുന്നതല്ലേ പറയുന്നത്. പ്ലാസ്റ്റിക് അല്ലാത്ത ഇവിടെ എന്താ പ്ലാസ്റ്റിക് അല്ലാത്തവിടെ എന്താ പ്ലാസ്റ്റിക് അല്ലാത്ത എല്ലാ പ്ലാസ്റ്റിക് തന്നെ. എന്തൊരു സാധനം ബേക്കറി പോയി പരിശോധിച്ചു വെച്ചാ മറ്റുള്ള ഷോപ്പുകളിൽ പരിശോധിച്ചു. ഇപ്പൊ പ്ലാസ്റ്റിക് എടുത്തിട്ട് പോയില്ലേ അവര് മൊത്തത്തിൽ ഇവിടെ കണ്ണൂട്ടാണല്ലോ മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പൊ അതെല്ലാം പിടിക്കപ്പോയിട്ട് എന്റെ അടുത്ത് 500 രൂപ എന്നെ കേസ് എടുക്കുക പറയുമ്പോൾ ഞാൻ എന്താ പ്രശ്നം? പ്ലാസ്റ്റിക് കൊടുത്ത് ഫുൾപത്ത് മാറ്റിയില്ലേ? ഫുൾപത്ത് മാറ്റി ഇപ്പൊ നിങ്ങൾ കുടിക്കാൻ മാറ്റാണ്ട് കൈ അയ്യൊന്നും ആർക്ക് ഇതുവരെ തടസ്സം ഉണ്ടായില്ല. ഇനിയിപ്പോ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരികൾക്ക് പ്രശ്നമാക്കി ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റാ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാ. ഒരു ഓർഡറും ഇല്ല. മുൻകൂട്ടി ഒരു ഓർഡറും ഇല്ല. ഇത് കൊണ്ടുപോയി കളയണം. വെറുതെ ചെയ്യാം. നമ്മൾ 10-15 വർഷം നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നേരത്തെ ഒന്നും പറഞ്ഞില്ല. മുൻകൂട്ടി ഒരു ഓർഡറും ഇല്ല. പിന്നെ പോലീസുകാരനെ വന്ന അധികാരികൾ പറയും പിന്നെ ഇത് കൊണ്ടുപോയി കളയണം. വെറുതെ ചെയ്യാം. ഇത് പഴയല്ലേ. ഇപ്പൊ വിൽക്കാൻ കഴിയാതെ പിന്നെ ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്യാം. അങ്ങനെ ഒന്നും പാടില്ല. പച്ചക്കറി പാടില്ല, ഫ്രൂട്ട്സ് പാടില്ല, ഒന്നും വയ്യൊരു കച്ചവടം ഒന്നും പാടില്ല. നിങ്ങൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്യും. ചില്ലറ ഈ 1000 രൂപ കച്ചവടം ചെയ്യാൻ പിടിച്ചിട്ട് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നത് നമ്മൾ ചെയ്യല്. നമ്മൾ കൊണ്ട് 5000 കടകളെ പറയാ ഒന്നും വെക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എടുത്ത് മാറ്റം എന്ന് പറയാൻ എടുത്ത് മാറ്റും. നമുക്ക് ഇത് വിറ്റിട്ട് വേണം വൈകുന്നേരം അയച്ചു പഠിക്കാൻ വേണ്ടി. പിള്ളേർ പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് വേണം. പിള്ളേർ വിദ്യാഭ്യാസം എല്ലാം നടത്തേണ്ടത് ഇതുകൊണ്ടാണ്. എല്ലാവരും വേറെ നമുക്ക് പറയാൻ വരാനില്ല. കമ്മീഷനും കൈക്കൂലിയും വരാനില്ല. ഇതാണ് ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾ ജീവിക്കാൻ സൊല്യൂഷൻ പറ. പോലീസുകാരായാലും പിന്നെ നിങ്ങളായാലും മീഡിയകളായാലും റിപ്പോർട്ട് ചെയ്യാനായാലും ആരായാലും നിങ്ങൾ സൊല്യൂഷൻ പറയും. ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. കോർപ്പറേഷന്റെ ഉദ്ദേശശുദ്ധി വളരെ വലുതാണ്. പക്ഷേ വഴിയോര കച്ചവടക്കാരാണ്, ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ചെയ്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ ഇപ്പോ വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ വ്യാപാരികളും അറിഞ്ഞോ അറിയാതെ തന്നെ അവര് ഫുട്പാത്തും അതുപോലെ തന്നെ റോഡ് അടക്കമുള്ള സ്ഥലം കയ്യേറിക്കൊണ്ട് കച്ചവടം ചെയ്തു വരികയാണ്. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷൻ നടത്തി വരുന്നത്. വഴിയോര കച്ചവടക്കാർക്കായിട്ട് പ്രത്യേകം വെൻഡിംഗ് സോണുകളും പ്രഖ്യാപിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റി